കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും തന്നെ ശക്തിയായിട്ടുള്ള വേദന വരിക, അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരിക, കയ്യിൽ തരിപ്പുണ്ടാവുക. ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇത്. അതായത് 8-10 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. ചിലപ്പം കിടക്കയിലോ അല്ലെങ്കിൽ സോഫയിലോ ഒക്കെ കിടന്നും ഇരുന്നും ഒക്കെ ജോലി ചെയ്യുന്ന ശീലം ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനിൽ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത്. ആദ്യമൊക്കെ അതൊരു കുറച്ച് നേരം ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയൊരു ഡിസ്കംഫർട്ടായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉളുക്കി പോകുന്ന തരത്തിലുള്ള വേദന, നെക്ക് സ്പ്രെയിൻ ആയിട്ടായിരിക്കാം വരുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പോഴൊരു ഹോട്ട് പാക്ക് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ മസാജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ പെയിൻ റിലീവ് ആവുന്നുണ്ടാവും. പക്ഷെ അത് പോകെ സിവിയർ ആയിട്ടുള്ള വേദനയിലേക്ക്, ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്കും തന്നെ ശക്തിയായിട്ടുള്ള വേദന വരിക, അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരിക, കയ്യിൽ തരിപ്പുണ്ടാവുക, അങ്ങനെ പല ലക്ഷണങ്ങളായിട്ട് ഇത് വരുന്ന സമയത്താണ് അതിൻ്റെ ഒരു സീരിയസ്നെസ് ആളുകൾക്ക് തോന്നി തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇത്. അതായത് ഈ കൃത്യമായിട്ട് സപ്പോർട്ടുള്ള ചെയർ യൂസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ ഇരിക്കാതെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളൊരു നെക്കിനൊരു സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അസുഖം വരാതെ നോക്കാൻ പറ്റും. ഇത് അസുഖം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ എല്ലുകൾക്കോ അല്ലെങ്കിൽ ഡിസ്കിനോ വരുന്ന തേയ്മാനം, സർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം, അതല്ലെങ്കിൽ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് തള്ളിയത് കൊണ്ട് കയ്യിലേക്കുള്ള ഞരമ്പുകൾ അതിനിടയിൽ ട്രാപ്പായി പോയിട്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളായി മാറുന്നത്. അതിനെ നമ്മൾ സർവൈക്കൽ ഡിസ്ക് ഡിസീസ് അല്ലെങ്കിൽ സർവൈക്കൽ റാഡിക്കുലോപ്പതി എന്നുള്ള പേരുകളിലൊക്കെയാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്കിതൊരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു കണ്ടീഷൻ വന്നു പോയി കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് എക്സസൈസ് കൊണ്ടും ഹോട്ട് പാക്ക് വെക്കുന്നത് കൊണ്ടും തന്നെ നമുക്കിതിൽ നിന്ന് റിലീഫ് കിട്ടുന്നതാണ്. ഇനി അതല്ല, നന്നായിട്ടൊരു റാഡിക്കുലോപ്പതി, അതായത് കയ്യിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായി വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ തന്നെ ആവശ്യം വന്നേക്കാം. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻസും ചെയ്ത ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തേണ്ടതാണ്.